സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി മനുഷ്യൻ ഭൂമിയുടെ ചോരയും നീരും വരെ ഊറ്റിയെടുത്തു കഴിഞ്ഞു. പാൽ ചുരുത്താൻ കഴിയാതെ അമ്മയെപ്പോലെ അതിജീവനത്തിനായി പൊരുതുന്നവന് ഒരിറ്റു ദാഹജലം പോലും നൽകാൻ കഴിയാതെ വരണ്ടു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ. എത്ര വരൾച്ചയിലും വരണ്ടുണങ്ങാത്ത അച്ചൻകോവിലാറിൻ്റെ ഈ ദുരവസ്ഥ കാണുക. ആറിന് സമീപത്ത് ജീവിക്കുന്നവർക്ക് കുടിവെള്ളം നൽകാൻ അച്ചൻകോവിലാറിനും കഴിയാതെ വന്നതോടെ ആറ്റിനുള്ളിൽ തന്നെ വലിയ കിണർ കുഴിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ പമ്പിങ് നടക്കാത്തതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു മോട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അത് 1 മണിക്കൂർ പമ്പ് ചെയ്തിട്ട് പിന്നെ പമ്പിങ് ഇല്ല. പത്തനംതിട്ട ജില്ലയിലെ 920 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 820 ജലക്ഷാമത്തിന്റെ പിടിയിലാണ്. അച്ചൻകോവിലാറ്റിൽ മാത്രം 9 ശുദ്ധജല പദ്ധതികളാണുള്ളത്. വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലദൗർബല്യം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ജില്ലയുടെ മലയോര മേഖലയിലുള്ളവർ കിലോമീറ്ററുകൾ വാഹനത്തിൽ സഞ്ചരിച്ചാണ് കുടിവെള്ളം എത്തിക്കുന്നത്. വരൾച്ചയും വെന്തുരുകുന്ന പകൽച്ചൂടും വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. കുടിവെള്ളത്തിനായി അച്ചൻകോവിലാറിൽ കിണർ കുഴിക്കുന്ന കാഴ്ചകളാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. രൂക്ഷമായ വേനലിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ നദികളുടെ കരയിൽ താമസിക്കുന്നവർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന അവസ്ഥയാണുള്ളത്. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.